ഹരേ കൃഷ്ണ രാധേശ രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ ഹരിയം ഹരിയം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് പൊന്നുണ്ണി കണ്ണൻ എന്ന് ഭഗവാന്റെ ഉച്ചപൂജ നടയടച്ച് തുറന്ന് എങ്ങനെയാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണണ്ടേ. പോവാം നമുക്ക് കണ്ണനെ കാണാനായിട്ട്. എത്ര സന്തോഷത്തിലായിരിക്കും കണ്ണൻ എന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണണ്ടേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ആ ഗുരുഭവനപുരിയിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ശബ്ദത്തോടൊപ്പം, എൻ്റെ ശബ്ദം കേൾക്കുന്ന തോടൊപ്പം തന്നെ എല്ലാവരും മനസ്സുകൊണ്ട് എവിടെ ഇരുന്നായാലും മനസ്സുകൊണ്ട് എന്നോടൊപ്പം ഭഗവാന്റെ അടുത്തേക്ക് വരിക, ആ ഗുരുഭവനപുരിയിലേക്ക് വരിക. ഇന്ന് പൊന്നുണ്ണിയെ കാണണ്ടേ. പൊന്നുണ്ണി ഇന്ന് എങ്ങനെയാ, ഏത് ഭാവത്തിലാണ് പൊന്നുണ്ണി നിൽക്കുന്നുണ്ടാവുക എന്ന് കാണണ്ടേ നമുക്ക്. ആ ശ്രീലകത്തേക്ക് നമുക്ക് പോകണ്ടേ. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് വരിക, സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണി കണ്ണനെ കാണാനായിട്ട് നമ്മളെല്ലാവരും ആ കൊടിമര ചുവട്ടിലൂടെ ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ് അല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ മെല്ലെ നടന്ന് ഇങ്ങനെ നീങ്ങാണ്. മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാ ഭഗവാന്റെ അടുത്ത് എത്താറായി. ആ ശ്രീലകത്ത് നമ്മൾ നിൽക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ അതാ നട തുറന്ന് അങ്ങനെ അതിമനോഹരമായ പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുണ്ണി ഇന്ന് എങ്ങനെയാണ് നിൽക്കുന്നത്? അതാ സഹസ്ര ദല പത്മത്തിൽ, അതായത് 1000 ഇതളുകളുള്ള ആ താമരയുടെ നട്ടുവിലായിട്ട് ഇങ്ങനെ ആ തൃക്കാൽ പിണച്ചുകൊണ്ട് പൊന്നോടക്കുഴലിങ്ങനെ ഊതിക്കൊണ്ട് നിൽക്കുന്ന ആ മനോഹരമായ ആ ദിവ്യരൂപത്തെ കാണണ്ടേ എല്ലാവർക്കും. ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാനല്ലേ നമുക്കെല്ലാവർക്കും കൊതി. ആ താമരയാകുന്ന ആ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ വിശ്വരൂപം, ആ ദിവ്യരൂപം നമ്മളിങ്ങനെ പൊന്നോട് കുഴലൂതി ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ മനസ്സാകുന്ന നമ്മുടെ മനസ്സിനെ ഭഗവാൻ എങ്ങനെയാണ് സങ്കല്പിച്ചിട്ടുള്ളത്? നമ്മുടെ മനസ്സാണ് താമര. നമ്മുടെ മനസ്സാകുന്ന 1000 ഇതളുകളുള്ള ആ താമരയുടെ നടുക്കിലായിട്ട് പൊന്നോട് കുഴലൂതി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭാവം ഒന്ന് ശ്രദ്ധിച്ചേ. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, ആ കണ്ണുകളിലേക്ക് നോക്കിയേ, ആ പുഞ്ചിരി ഒന്ന് കണ്ടേ. എങ്ങനെയാ പുഞ്ചിരിക്കുന്നത്, എങ്ങനെയാ പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിക്കുന്നത്? ആ നമ്മുടെ മനസ്സാകുന്ന നമ്മുടെ ഹൃദയപത്മത്തിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുന്ന, നമ്മുടെ മനസ്സിലിങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ഹൃദയപത്മത്തിൽ ആ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ അതാ പൊന്നോടക്കുഴലൂതിക്കൊണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ പൊന്നോടക്കുഴലൂതുകയാണ്. എന്താ കഥ? നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട് പൊന്നോടക്കുഴലൂതുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ നമുക്കെല്ലാവർക്കും. നമ്മുടെ മനസ്സിലിരുന്നാണ് പൊന്നോടക്കുഴലൂതുന്നത്. കേൾക്കണ്ടേ എല്ലാവർക്കും? ആ വേണുനാദം കേൾക്കണ്ടേ? ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ വേണുഗാനം കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. നമ്മളും അതുപോലെ തന്നെ ഭഗവാന്റെ വേണുഗാനം ഇങ്ങനെ കേൾക്കാനായിട്ട്, നമ്മളും ഭഗവാനെ കാണാനായിട്ട് കാത്തിരിക്കുന്ന, നമ്മളെ കാത്തുകൊണ്ട് നിൽക്കുന്ന, നമ്മുടെ മനസ്സിലിരുന്ന് ഇങ്ങനെ വേണുഗാനം പൊഴിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് അതാ നമ്മൾ ശ്രീലകത്തേക്ക് പോവുകയാണല്ലേ. ആ പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ആ തൃക്കാൽ പണച്ചുകൊണ്ട് ആ മനോഹരമായ 1000 ഇതളുകളുള്ള ആ താമരയുടെ നടുവിലായിട്ട് തൃക്കാൽ പിണച്ചുകൊണ്ട് പൊന്നോടക്കുഴൽ വിളിച്ചുകൊണ്ട് പൊന്നുണ്ണി ഇങ്ങനെ അരമണിക്കിങ്ങിണി അലങ്കാരങ്ങളൊക്കെ ചാർത്തിക്കൊണ്ട് വനമാലയും മുണ്ടമാലയും വനമാലയൊക്കെ ചൂടിക്കൊണ്ട് ആ തലയിലെ മുടിയിലെ മയിൽപ്പീലിയൊക്കെ നെറുകയിൽ ചൂടിക്കൊണ്ട് കേശാദിപാദത്തിൽ അതിമനോഹരമായിട്ടുള്ള സ്വർണങ്ങളും വൈഡൂര്യങ്ങളും രത്നങ്ങളൊക്കെ ആയിട്ട് ധാരാളം മുത്തുമാലയും മണിമാലയൊക്കെ ധരിച്ചുകൊണ്ട് അരമണിക്കിങ്ങിണി കാൽത്തളകൾ, കൈവളകൾ, തോൾവളകൾ ഒക്കെ ധരിച്ചുകൊണ്ട് മനോഹരമായ പുഞ്ചിരിയോടുകൂടി നമ്മളെ കാത്തിങ്ങനെ നിൽക്കുന്ന
പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ നമുക്ക്? നമ്മുടെ മനസ്സിലിരുന്ന് നമ്മളോട് ഇങ്ങനെ പറയുന്ന ആ വേണുഗാനത്തിലൂടെ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ജീവിതത്തിൽ എന്നും തണലായിട്ട് എന്നും നമുക്കൊപ്പം നമ്മുടെ പൊന്നുണ്ണി കൂടെയുണ്ടല്ലോ നമുക്കിപ്പം. എല്ലാം അറിയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മളെ എല്ലാം അറിയുന്നതായിട്ടുള്ള ആ പൊന്നുണ്ണി കണ്ണനല്ലേ നമുക്ക് ആകെയുള്ളൂ. എന്തും പറയാം, എന്തും കേൾക്കും. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ നമുക്ക്? അങ്ങനെയുള്ള കണ്ണനെ കാണാനായിട്ട് നമ്മളതാ ശ്രീലകത്തേക്ക് പോകുന്നു. പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ മന്ദസ്മിതം, ആ മന്ദഹാസം കണ്ടുകൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മൾ നമ്മുടെ സകല ദുഃഖങ്ങളും സമർപ്പിക്കുന്നു. എൻ്റെ ഉണ്ണിക്ക് അറിയാലോ എന്നെക്കുറിച്ച് എല്ലാം. കണ്ണനല്ലാതെ മറ്റാർക്കറിയാം? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത്, എന്നെ ആശ്വസിപ്പിക്കുന്നത് കണ്ണനല്ലേ, എൻ്റെ പൊന്നുണ്ണിയല്ലേ എന്നെ നോക്കിയിട്ട് എൻ്റെ സർവ്വ ദുഃഖങ്ങൾക്കും ആശ്വാസമാകുന്നത് ഈ പുഞ്ചിരിയല്ലേ, ഈ ഓടക്കുഴൽ വിളിനാദമല്ലേ. ഇത് കേൾക്കുമ്പോഴല്ലേ ഞാനൊന്ന് ആശ്വസിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓരോരുത്തരും തൻ്റെ മനസ്സിൽ ഈ ഒരു ഓടക്കുഴൽ വിളിനാദം കേട്ടുകൊണ്ട് ലയിച്ചിരുന്നുകൊണ്ട് എല്ലാം ഭഗവാന്റെ പൊന്നു തൃപ്പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും അറിയുന്ന പൊന്നുണ്ണി എൻ്റെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക്, ജീവിതഗതിയിലേക്ക് എപ്പോഴും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ കൂട്ടായി ഉണ്ടാവണേ. കൂട്ടായി എപ്പോഴും എന്നെ ചേർത്ത് പിടിക്കണേ. ആ പൊന്നു തൃപ്പാദങ്ങളിൽ ഞാൻ എപ്പോഴും വീണ് കിടക്കുന്നു, നമസ്കരിക്കുന്നു. ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണ, സർവപ്രപഞ്ച സൃഷ്ടാവേ, കാത്തിരിക്കുകയാണ് കണ്ണ. എന്നും എൻ്റെ ഉള്ളിൽ ഇതേപോലെ ഈ ഹൃദയപത്മത്തിൽ താമരയിൽ എൻ്റെ പൊന്നുണ്ണി വന്ന് വിളങ്ങി നിൽക്കണേ, തിളങ്ങി നിൽക്കണേ. ആ പുഞ്ചിരിയിൽ എപ്പോഴും എനിക്കും ലയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ പൊന്നുണ്ണിക്കണ്ണാ എന്ന് നമസ്കരിച്ചുകൊണ്ട് എൻ്റെ കണ്ണാ എന്നൊന്ന് നീട്ടി വിളിക്കാനായിട്ട് എല്ലാവർക്കും ശ്രീലകത്തെത്തുമ്പോൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പൊന്നുണ്ണിയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ വാക്കുകളും സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ രാധേശ. എല്ലാം അറിയുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യരൂപം കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വീടുകളിൽ, ഈ ലോകത്തെമ്പാടുമുള്ള വീടുകളിൽ സുഖമില്ലാതെ ഇരിക്കുന്ന, വയ്യാതെ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ ആ ശ്രീലകത്ത് വന്നു നിന്ന് കാണാനായിട്ട്, പൊന്നുണ്ണി ഇങ്ങനെ പുഞ്ചിരിക്കുന്ന ഭാവത്തിൽ കാണാനായിട്ട് ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സുകൊണ്ട് നിങ്ങളിലേക്കൊക്കെ എൻ്റെ ശബ്ദം എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കണ്ണൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഭഗവാൻ ആ പൊന്നുണ്ണിക്കണ്ണൻ ആ ഹൃദയപത്മത്തിലിരുന്ന് പൊന്നോടെ കുഴലൂതി നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് മനസ്സിൽ ധ്യാനിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്യാം രാധേശ്യാം. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.